പത്തരമാറ്റിൽ ഇനി അനാമികയുടെ പതനമാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. നവ്യയ്ക്കുള്ള പലഹാരവുമായി കനകയും നന്ദുവും ഗോവിന്ദനും അനന്തപുരിയിൽ എത്തുന്നു. അവരെ കാണുമ്പോൾ നയനയ്ക്കും നവ്യയ്ക്കും ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ദേവയാനി വന്ന് അവരെ സൽക്കരിക്കുന്ന കാര്യം നയനയോട് പറയുന്നു. ആ സമയത്ത് നന്ദുവിനെ കണ്ട അനാമികയ്ക്ക് അവളോട് ഒരുപാട് ദേഷ്യം തോന്നുന്നു. പ്ലാൻ ചെയ്തതുപോലെ ജലജയും ജാനകിയും കൂടി അവർക്കുള്ള ജ്യൂസ് തയ്യാറാക്കുന്നുണ്ട്. അതിൽ അനാമിക കൊടുത്ത ചൊറിയൻ പൊടി ചേർക്കുന്നു. പക്ഷേ ജാനകി ജലജയോടാണ് അവർക്ക് ജ്യൂസ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നത്. കാരണം ജലജയ്ക്ക് നവ്യയെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അവൾ തന്നെ കാര്യം ചെയ്യും. നിന്റെ മരുമകളെ നിനക്ക് ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ട് നീ തന്നെ ജ്യൂസ് കൊണ്ടുപോയി കൊടുക്ക് എന്നാണ് ജലജയോട് ജാനകി പറയുന്നത്. മാത്രവുമല്ല, ജ്യൂസ് കഴിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചാൽ ആ കുറ്റം ജലജയുടെ തലയിൽ കെട്ടിവച്ച് ജാനകിക്കും അനാമികയ്ക്കും തടിയൂരാമെന്നും അവർ മനസ്സിൽ കണക്ക് കൂട്ടുന്നുണ്ട്. അനാമികയ്ക്കാണെങ്കിൽ ഈ പരിപാടി എങ്ങനെയെങ്കിലും പൊളിക്കണമെന്നാണ്. പക്ഷേ അതിലും മറ്റൊരു കെണി ഒരുക്കി വച്ചിരിക്കുന്നത് ജലജ അറിയുന്നില്ല. നന്ദു വന്നപ്പോൾ തന്നെ അനാമിക അനിയെ വഴക്കു പറയാൻ തുടങ്ങി. അങ്ങനെ ജലജ എല്ലാവർക്കും ജ്യൂസ് കൊടുക്കുന്നു. അഭിയും നവ്യയുമൊക്കെ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട്. പക്ഷേ ഒരു ജ്യൂസിൽ മാത്രമാണ് ആ പൊടി കലർത്തിയിട്ടുള്ളത്. ജ്യൂസിൽ പൊടി കലർന്ന വിവരം നയന എങ്ങനെയോ അറിയുന്നുണ്ട്. അതോടെ എല്ലാവരും ഞെട്ടി. ആരാ ഇത് ചെയ്തതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അനാമികയാണെന്ന് അറിഞ്ഞപ്പോൾ നവ്യ തൻ്റെ എല്ലാ ദേഷ്യവും പുറത്തെടുത്ത് അനാമികയുടെ കരണത്തടിക്കുന്നു. ഈ പരിപാടി എങ്ങനെ ഇല്ലാതാക്കണമെന്ന് നിനക്ക് നിന്റെ അച്ഛനും അമ്മയും പറഞ്ഞു തന്നതായിരിക്കും. നിന്റെ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ചെടി, ഇനി നിനക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നു പറഞ്ഞ് നവ്യ അനാമികയ്ക്ക് കണക്കിന് കൊടുക്കുന്നുണ്ട്. ഇതറിഞ്ഞ നന്ദുവും അനാമികയോട് അനന്തപുരി വിട്ടിറങ്ങാൻ പറയുന്നു. അപ്പോഴും അനാമികയുടെ അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. മുത്തശ്ശൻ ഇല്ലാത്തത് കൊണ്ട് മറ്റാർക്കും ഒരു തീരുമാനം എടുക്കാനും കഴിയുന്നില്ല. ദേവയാനിയും അവളെ ഒരുപാട് വഴക്ക് പറയുന്നു. അനാമികയാണ് അന്ന് പാലിൽ വിഷം കലർത്തിയെന്നുള്ളത് അപ്പോഴാണ് ദേവയാനി തിരിച്ചറിയുന്നത്. അതോടെ എല്ലാവരും അനാമികയ്ക്ക് എതിരായി മാറുന്നു. അച്ഛനെയും അമ്മയെയും വിളിക്കാൻ പോലും അനാമികയ്ക്ക് സാധിക്കുന്നില്ല. തൻ്റെ എല്ലാ കള്ളത്തരവും കണ്ടുപിടിച്ചെന്നറിഞ്ഞ അനാമിക അവിടെ വെച്ച് ഒരുപാട് കരയുന്നുണ്ട്. ഇതിനിടയിൽ പലരും ജലജയെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ജ്യൂസ് ജലജ കൊടുത്തതറിഞ്ഞ് ജലജയും ഇതിന് കൂട്ടുനിന്നെന്നാണ് എല്ലാവരും പറയുന്നത്. ഇനി അനാമികയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.